INTUC സ്ഥാപക ദിനം ആചരിച്ചു. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കേക്ക് മുറിച്ചും പതാക ഉയർത്തിയുമാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. INTUCയുടെ സ്ഥാപക ദിനമാണ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചും പതാക ഉയർത്തിയും ആചരിച്ചത്. കായംകുളം റെയിൽവേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സ്ഥാപക ദിനാചരണം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് വൈ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PR ശശിധരൻ പതാക ഉയർത്തി. ഇന്ത്യ ഒട്ടാകെ INTUCയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിനേക്കാൾ പ്രായം കൂടുതലുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 3 മാസങ്ങൾക്ക് മുമ്പ് മെയ് 3-ന് രൂപീകൃതമായ പ്രസ്ഥാനമാണ്, തൊഴിലാളി പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനം. ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 1/2 കോടിയോളം തൊഴിലാളികൾ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള തൊഴിലാളികൾ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നു. നമുക്കറിയാം, മഹാത്മജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ അധീനതയിൽ ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വിഭാഗം രൂപം കൊള്ളണമെന്ന ആഗ്രഹത്താൽ ബഹുമാന്യനായ അന്നത്തെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലും ആചാര്യ കൃപലാനിയുടെ നേതൃത്വത്തിലും രൂപീകൃതമായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. അതിന് മുമ്പായിട്ട് AITUC എന്ന പേരിൽ, പക്ഷേ അതിന്ന് ആ AITUC അത് മറ്റൊരു സംഘടന ഏറ്റെടുക്കുകയും അതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ട് അവരേറ്റെടുക്കുകയും, നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുന്നത് അറിയാം. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ആ മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. ഇന്ത്യയിലെ തൊഴിലാളികൾ, ലോകത്തെ തൊഴിലാളികളെ ഏറ്റുവിളിക്കുന്ന ഇൻക്ലാബ് സിന്ദാബാദ് എന്ന കോൺഗ്രസ്, INTUCയും കോൺഗ്രസും സംഭാവന നൽകിയ മുദ്രാവാക്യമാണ്. മുതിർന്ന തൊഴിലാളികളായ B ലതൻ, ഹുസൈൻ എന്നിവരെ ആദരിച്ചു. ആമ്പക്കാട് സുരേഷ്, തണ്ടളത്ത് മുരളി, MG മോഹൻകുമാർ, വിജയൻ പനയച്ചേരി, ബിജു കണ്ണങ്കര, ഹാഷിർ പുത്തൻകണ്ടം, R ഭദ്രൻ, AA റഷീദ, ഹാഷിം സേട്ട, സന്തോഷ് വെളുത്തേടത്ത, സിന്ധു രവി, സീനത്ത, സിനിമോൾ, അൻസർ ഹസൻ എന്നിവർ പങ്കെടുത്തു. INTUC ആവിർഭവിക്കുന്ന 1946-ലാണ്. അതിനു മുൻപ് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതേപോലെ തന്നെ അന്ന് SA ഡാങ്കെ തുടങ്ങിയ ജനാധിപത്യ വിശ്വാസികളായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കലും രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങൾക്ക് അതീതമായിരുന്ന ഇത്തരം കാര്യങ്ങൾ തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത് കൊണ്ട് അന്ന് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഡാങ്കയെ പോലെയുള്ള ആളുകളെ കൂടി ചേർത്തുകൊണ്ടാണ് അന്ന് AITUC ഉണ്ടാക്കിയത്. ആ AITUC എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സമ്പന്നരായ നേതാക്കന്മാർ ആണ് അതിൻ്റെ ഈ ഉദയം തുടങ്ങി വെച്ചത്. പക്ഷേ ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്യാറുള്ളവരുടെ ഈ എട്ടുകാലി മമ്മൂഞ്ഞനെ പോലെയാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പ്രയത്നത്തിൻ്റെ ഫലം തങ്ങളുടേതാണെന്നാക്കി തീർക്കാൻ വളരെ വൈഭവമുള്ളവരാണ്. അങ്ങനെ ഡാങ്കയും കൂട്ടരും കൂടി ചേർന്ന് ഇത് ഹൈജാക്ക് ചെയ്ത് AITUC കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയായി മാറ്റിക്കൊണ്ട് പോകുമ്പോൾ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ AITUC എന്ന് പറയുന്നത് CPIയുടെ കയ്യിലാണ്. അപ്പോൾ സ്വാഭാവികമായും നെഹ്റു ചമ്പാരൻ സമരം കഴിഞ്ഞ് നീലം തൊഴിലാളികൾക്ക് ഗുരുതരമായ മുതലാളിമാരുടെയും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെയും ക്രൂരമായ മർദ്ദനവും ചൂഷണവും സഹിക്കവയ്യാതെ ഗാന്ധിജി ആദ്യമായി തൊഴിൽ മേഖലയിൽ നീലം സമരമാണ്, ചമ്പാരൻ സമരത്തിലാണ് ഇടപെടുന്നത്. യഥാർത്ഥത്തിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന മൊത്തത്തിൽ ഈ സമൂഹം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അതിനുപരി തൊഴിലാളി അനുഭവിക്കുന്ന അന്നത്തെ അടിമത്ത
വ്യവസ്ഥയ്ക്കെതിരെ ഒരു സംഘടന രൂപീകരിക്കണമെന്ന ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെ കീഴിൽ ഒരു സംഘടന വേണമെന്ന ഗാന്ധിജിയുടെയും പണ്ഡിറ്റ് ജവഹർലാലിൻ്റെയും ഒക്കെ തന്നെ തീക്ഷ്ണ വൈഭവത്തിൻ്റെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ INTUC എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം. ന്യൂസ് ബ്യൂറോ, കായംകുളം.